ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനൊരു സിമ്പിൾ റെസിപ്പി ആയിട്ട് തുടങ്ങിയാണ്. എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നാലും ബിഗിനേഴ്സിന് പറ്റിയ ഒരു നല്ല കടലക്കറി. കടലക്കറീനെ തള്ളിക്കളയരുത് കേട്ടോ മക്കളെ. നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾ എത്ര ലക്കിയാണ്. ഡെയിലി ഉമ്മമാർ അല്ലെങ്കിൽ അമ്മമാർ കടലക്കറി, ദോശ, ഇടിയപ്പം ഒക്കെ മാറി മാറി ഉണ്ടാക്കി തരുന്നത്. ഒരു പുട്ടും കടലയും കിട്ടാൻ കൊതിക്കുന്ന എത്ര പേരുണ്ടെന്നറിയോ? അപ്പോൾ ഇപ്പം ചിലരില്ലേ, നിങ്ങൾക്ക് പുട്ടും കടലയും കഴിക്കാനൊക്കെ തോന്നുന്നുണ്ടാവില്ലേ, ഒറ്റയ്ക്ക് തന്നെ ഉണ്ടാക്കി കഴിക്കേണ്ടി വരും അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് പറ്റിയ ഒരു ബിഗിനേഴ്സ് റെസിപ്പിയാണ്. അപ്പോൾ വാട്ട് മേക്സ് എ ഗുഡ് കടലക്കറി? ഒന്ന്, സിമ്പിളായിരിക്കണം. രാവിലെ ഉണ്ടാക്കണതാണ്, നമുക്ക് ഒരുപാട് തലവയ്ക്കാനൊന്നും പറ്റൂല, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റണതായിരിക്കും. പിന്നെ വീട്ടിലത്തെ ടേസ്റ്റിൻ്റെ ഒരു ഓർമ്മ വരണം, അതും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്ക് നൊസ്റ്റാൾജിയ അത് വേണം. ഇത് രണ്ടുമുള്ള ഒരു നല്ലൊരു സിമ്പിൾ, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ഒരു കടലക്കറി. എന്നാ വാ കടലക്കറി ഉണ്ടാക്കാം. അപ്പോൾ കടലക്കറി ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം നമുക്ക് കടല വെള്ളത്തിലിടണം. 1.5 കപ്പ് കടലയാണ് എടുത്തിരിക്കുന്നത്. രാത്രി കുതിരാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ തിരക്കുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം, തിളപ്പിച്ച വെള്ളം ഒഴിച്ചിട്ട് ഒരു 3-4 മണിക്കൂറിലും റെഡിയാവും കേട്ടോ, 3 മണിക്കൂറിലൊക്കെ. അപ്പോൾ കുതിർന്ന കടല കുക്കറിലേക്ക് മാറ്റാം. ഇതിൻ്റെ ഒപ്പം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് അതിൻ്റെ ഒപ്പം ഒരു 3 കപ്പ് വെള്ളം, ആ കടല മൂടി നിൽക്കാൻ വേണ്ടി ആവശ്യമുള്ള വെള്ളം നമുക്ക് പിന്നെയും കറി ഉണ്ടാക്കാൻ നേരത്ത് കൂടുതൽ ചേർക്കാം. അപ്പോൾ ഇത് പ്രഷർ കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. 8-10 സ്റ്റീമാണ് എടുത്തത് വേവാൻ. വെന്ത് കഴിഞ്ഞൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ, ബാക്കി കറി ഉണ്ടാക്കുന്നതിന് മുമ്പ്. ആ സമയത്ത് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. ഒരു വലിയ സവാള വേണം, ഒരു 6-8 അല്ലി നാടൻ വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 1-2 ചെറിയ പച്ചമുളകും. അപ്പോൾ ഇതൊന്ന് അരിഞ്ഞ് കൊണ്ടുവരാം. സവാള അരിഞ്ഞിട്ടുണ്ട്, ഇഞ്ചിയും വെളുത്തുള്ളിയും കൊത്തി അരിഞ്ഞിട്ടുണ്ട്. ഇഞ്ചി എപ്പോഴും വെളുത്തുള്ളിക്കാളും കുറച്ച് കുറവ് മതി കേട്ടോ. പിന്നെ പച്ചമുളക് വെറുതെ ഇങ്ങനെ കീറിയിട്ടിട്ടുള്ളൂ. ഞാൻ ചിലപ്പോൾ ഒരെണ്ണം ചേർക്കാറുള്ളൂ, കാരണം മുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ടല്ലോ. പിന്നെ അത്യാവശ്യമായിട്ട് ഈ റെസിപ്പിക്ക് വേണ്ടത് തേങ്ങാക്കൊത്ത് ഉള്ള ദിവസം ഉണ്ടാക്കാൻ നോക്കുക കേട്ടോ. ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ, അപ്പോഴാണ് അതിൻ്റെ ഒരു ഗുമ്മ് കിട്ടണത്. ആ ടേസ്റ്റ് ശരിക്കും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ തേങ്ങാക്കൊത്ത് ഒഴിവാക്കാണ്ടിരിക്കുക. 1/4 കപ്പ് തേങ്ങാക്കൊത്ത് ഇതുപോലെ, പിന്നെ 1-2 തണ്ട് കറിവേപ്പില. അപ്പോൾ കടല വെന്തോന്ന് ചെക്ക് ചെയ്യാം. ഇങ്ങനെ അമർത്തി നോക്കുമ്പോൾ വേഗം തന്നെ ഇങ്ങനെ പ്രസ് ആവണം. എന്നാൽ ഒരുപാട് വെന്തുടഞ്ഞിട്ടൊന്നും ഉണ്ടാവരുത്, കടല കറക്റ്റാണ്. അപ്പോൾ ഇനി നമുക്ക് ഉണ്ടാക്കാം. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ടിട്ട്, കടുക് പൊട്ടിത്തീരണം. അതൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. കടുക് പൊട്ടിത്തിരിഞ്ഞതിന് മുമ്പ് വേറെ ഒന്നും ചേർക്കരുത്. ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില, ആ തണ്ടോടുകൂടി ഇടുകയാണ്. എന്നിട്ട് ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ആദ്യം ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ നോക്കിയിരിക്കുക. ഒരുപാട് കൂടി പോകരുത്, അല്ലെങ്കിൽ ആ തേങ്ങാക്കൊത്ത് വെറുതെ വേസ്റ്റ് ആവും. ഈ കടലക്കറി ഉണ്ടാക്കുന്ന പ്രോസസ്സ് വളരെ ക്വിക്കാണ് കേട്ടോ. അടുപ്പിൻ്റെ അടുത്തുനിന്ന് മാറേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, തേങ്ങാക്കൊത്ത് ബ്രൗൺ ആയതിനു ശേഷം ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ആ നല്ലൊരു മണം കിട്ടണ വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ സമയത്ത് ഞാൻ ആ തണ്ട് എടുത്ത് മാറ്റുകയാണ്, വേപ്പിലയുടെ. എന്നിട്ട് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, അപ്പോൾ ഒന്ന് വേഗമായി കിട്ടും. എന്നിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈ കടലക്കറി ഉണ്ടാക്കുമ്പോൾ മുഴുവൻ ഈ കളർ നോക്കിയിട്ടുള്ളൊരു അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് കേട്ടോ. സവാളയുടെ കളർ മാറണത് നോക്കുക, തേങ്ങാക്കൊത്തിൻ്റെ കളർ മാറണം നോക്കുക, സ്പൈസസ് ഇട്ടതിന് ശേഷം കളർ മാറണം നോക്കുക. അപ്പോൾ ഈ സവാള ഒരു സ്വർണ്ണ കളറായി വരണം. ഒട്ടും തന്നെ കറുപ്പ് അവിടെ ഇവിടെ ഒന്നും കാണാൻ പാടില്ല, അപ്പോൾ ടേസ്റ്റ് മാറും. ഇളക്കിക്കൊണ്ടിരിക്കുക. ഞാൻ പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് പതുക്കനെ ഒരു 5 മിനിറ്റിൽ താഴെ ഒരു ഗോൾഡൻ കളറായി വരും, നല്ലവണ്ണം സോഫ്റ്റായി വഴണ്ട് കിട്ടും. അതിനുശേഷം നമുക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഈ ഒരു കളറാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളകാണ് ഉപയോഗിക്കുന്നത്, 1/4 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി.
ഇനി ഈ സമയത്തൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വേണമെങ്കിൽ ഫ്ലെയിം ഓഫ് ആക്കാം, അല്ലെങ്കിൽ ഏറ്റവും ചെറിയ തീയിൽ നല്ലോണം മിക്സ് ആയി കൊടുക്കുക. കളർ നോക്കി ഇതുപോലെ ഇളക്കി വരുമ്പോൾ നല്ലൊരു ഗോൾഡൻ ക്രിസ്പായിട്ട് തോന്നും. ഞാൻ ഈ കളറിനെ ഇങ്ങനെയാണ് പറയണത്. എന്നിട്ട് ആ കളറ് പോരാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും. ആ ഒരു ഗോൾഡൻ കളർ പൊങ്ങി നിൽക്കണം. അപ്പോൾ ആ മഞ്ഞൾ ചേർക്കണം. അപ്പോൾ ഈ ഗോൾഡൻ ക്രിസ്പ് കളറായതിന് ശേഷം നമുക്ക് കടല മാത്രം കോരി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. കുക്കറിൽ നിന്ന് കടല ഒരു ഓട്ടക്കയിൽ വെച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ്. കടല എടുക്കുമ്പോൾ ഒരു 1/2 കപ്പ് കടല വേറെ മാറ്റി വെക്കുക കേട്ടോ, ആവശ്യം വരും. അപ്പോൾ ഈ കടല മാത്രം ഇട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക, ചെറിയ ഫ്ലെയിമിലാണ്. അപ്പോൾ ഈ മസാലയുടെ ഫ്ലേവേഴ്സൊക്കെ കടലമിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 1-2 മിനിറ്റ് ചെറിയ തീയിൽ ഇതുപോലെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ 1/2 കപ്പ് കടല മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി മസാലപ്പൊടികളുടെ ആ അടിപിടിച്ച മണമൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വേഗം കുറച്ച് തിളച്ച വെള്ളം കെറ്റിലിൽ നിന്നൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. എണ്ണ ഒന്ന് തെളിഞ്ഞു വരണം. അവിടെ ശ്രദ്ധിക്കുക, മസാലപ്പൊടികളൊന്നും അടിപിടിച്ച മണം വരരുത്. തീ കൂട്ടിയൊന്നും ഇട്ടിട്ട് എവിടെയും പോകരുത്. അതിന് മുമ്പ് തന്നെ വെള്ളം ചേർക്കണം. അപ്പോൾ ഇത് കഴിഞ്ഞ് ഞാൻ കടലയും അതിൻ്റെ ബാക്കിയുള്ള വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മൂടി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ തിളയ്ക്കുന്ന രീതിയിൽ 12 മിനിറ്റ് നമുക്ക് മൂടി വയ്ക്കാം. ടൈമർ വെച്ചോ. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ കടല അരച്ച് പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. അത് മുഴുവൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഈ പേസ്റ്റ് ചേർക്കുമ്പോൾ ഈ കറിക്ക് നല്ലൊരു കൊഴുപ്പും നല്ലൊരു ഫ്ലേവറും. ശരിക്കും ഇത് ഒഴിവാക്കരുത് ഈ സ്റ്റെപ്പ്. എന്നും വെച്ച് 1/2 കപ്പിൽ കൂടുതൽ കടല എടുക്കരുത്. 1/2 കപ്പ് തന്നെ മതി. അപ്പോൾ ഇത് വളരെ കുറച്ച് വെള്ളമൊഴിച്ച് പേസ്റ്റാക്കി എടുത്ത കടലയാണ് കേട്ടോ അത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു പേസ്റ്റ് ചേർത്തതിന് ശേഷം ഒരു 3 മിനിറ്റും കൂടി ഇതുപോലെ ഒന്ന് സിമ്മിലിട്ടാൽ മതി. ആ മിക്സി ജാറിൽ ഇത്തിരി വെള്ളമൊഴിച്ച് അതും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ഈ സമയത്താണ് ഉപ്പ് വേണമെങ്കിൽ കുറച്ചും കൂടി ഉപ്പ്. അപ്പം ഞാൻ എപ്പോഴും കടലക്കറിയിൽ ഒരു നുള്ള് പഞ്ചസാര ഇട്ട് കൊടുക്കും. 1-2 നുള്ള് പഞ്ചസാര. ആ ഫ്ലേവേഴ്സ് ഒക്കെ ബാലൻസ് ആക്കാൻ വളരെ നല്ലതാണ്. പിന്നെ കുറച്ച് മല്ലിപ്പൊടി പെരിഞ്ജീരകപ്പൊടിയും ഈ സമയത്ത് ടേസ്റ്റ് നോക്കിയിട്ട് ചേർക്കാറുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് വേണമെന്ന് തോന്നുകയാണെങ്കിൽ സൂക്ഷിച്ച് വേണം ഇടാൻ. കുറച്ചിട്ട് നോക്കുക. കൂടിപ്പോയാൽ വല്ലാത്ത പാടാണ്. പിന്നെ കുറേ വെള്ളമൊക്കെ ഒഴിച്ച് ഇതാക്കേണ്ടി വരും. അപ്പോൾ ഏറ്റവും അവസാനം 3 മിനിറ്റ് ഒന്ന് സിമ്മറായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയും ഇത്തിരി കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് മൂടി വയ്ക്കാം. കടലക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നിവിടെ പുട്ടാണ്. ചെറിയ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ചിരട്ടപ്പുട്ട് പോലത്തെ അച്ചിൽ കുറച്ച് തേങ്ങ ആദ്യം വിട്ട് കിട്ടണില്ല എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് തേങ്ങ ചിരികിയത് വെച്ചിട്ട് നല്ലോണം തിരുമ്പിയിട്ട് അതിലൊന്ന് പുരട്ടി കൊടുത്താൽ മതി. അതിനുശേഷം നനച്ചു വെച്ച പുട്ടുപൊടി ഇട്ട് കൊടുത്താൽ എളുപ്പം കിട്ടും കേട്ടോ. അപ്പോൾ ആദ്യം കുറച്ച് തേങ്ങ ചിരികിയത് ഇട്ടിട്ട് പുട്ടുപൊടി ഇട്ട് കൊടുക്കുകയാണ് നനച്ചത്. ഈ സൈസ് സ്റ്റീലിൻ്റെ ചിരട്ടപ്പുട്ട് പോലത്തെ അച്ച് ആണ് ഇവിടെ കൂടുതലും ഇഷ്ടം. അപ്പോൾ 1-2 മതിയാവുമല്ലോ ഒരാൾക്ക്. കൂടുതലും ഇതാണ് ഉണ്ടാക്കാറ്. കുറച്ച് സമയം എടുക്കും. അതിൻ്റെ ഇടയിൽ പപ്പടം പൊരിക്കലും അങ്ങനെയൊക്കെ. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കുന്ന നല്ലൊരു കടലക്കറി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒന്ന് കോമെൻറ്റ്സ് താഴെ ഇടാം. അടുത്ത എന്തൊക്കെ റെസിപ്പീസ് വേണമെന്നും പറയട്ടോ. അപ്പോൾ അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.